ഗൈസ് ഐ വാസ് ലൈക്ക് സൂപ്പർ സിക്ക് ടുഡേ. അപ്പോൾ ഞാൻ കോളേജിൽ പോയി, കാരണം ഇന്ന് ഗ്രൂപ്പ് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. രാവിലെ എണീച്ചപ്പോൾ എനിക്കിങ്ങനെ കോൾഡിൻ്റെ കാണുമ്പോഴേ മനസ്സിലാവണം, എനിക്ക് തീരെ വയ്യായിരുന്നു. ബട്ട് ഞാൻ ഓൾറെഡി കുറേ ഹോളിഡേയ്സ് എടുത്തു. ഇപ്പം നാട്ടിലൊക്കെ ആയപ്പം ഞാൻ പറഞ്ഞല്ലോ 2 വീക്സോളം ഞാൻ 2 വീക്സ് ഓൾമോസ്റ്റ് അത്രയും ഹോളിഡേയ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഫെബ് ആയതല്ലേ ഉള്ളൂ, ജാനിൽ ഞാൻ വന്നേ ഉള്ളൂ, അപ്പോൾ ലീവ് എടുക്കണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എടുത്തില്ല. ഐ വാസ് ലൈക്ക് ഓക്കെ, ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ആൻഡ് ദെൻ കാരണം എൻ്റെ PhD എൻവയോൺമെൻറ്റ് ചോദിച്ചാൽ ഭയങ്കര ടോക്സിക് ആയിരുന്നു. ഇപ്പോൾ വയ്യെങ്കിലും എന്താണെങ്കിലും ശരി നമ്മൾ വർക്ക് ചെയ്യണം. ഇപ്പോൾ ജലദോഷമൊക്കെ ജുജുബി ആയിട്ടുള്ള കാര്യമാണ്, ത്രോട്ട് പെയിനും അതൊരു വിഷയമേ അല്ല. എന്നിട്ട് ഇന്ന് എന്നെ കണ്ടപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി നിനക്കെന്താ, കാരണം എൻ്റെ കണ്ണൊക്കെ കണ്ടിടക്കിടയ്ക്ക് എൻ്റെ ഭയങ്കരമായിട്ട് വാട്ടറി ആവുന്നുണ്ടായിരുന്നു. വയ്യ വയ്യ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല വയ്യ. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ പ്രൊഫസർ ഗോ ഹോം നൗ, ഇപ്പം തന്നെ വീട്ടിൽ പൊക്കോളം, വേഗം ശരിയായിട്ട് വന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ 3 മണിയാവുന്നേ ഉള്ളൂ. ഉച്ചവരെ മീറ്റിംഗ് ഉണ്ടായിരുന്നു രാവിലെ തൊട്ടിട്ട്. ഞങ്ങൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. And then he was saying this thing. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ വിട്ടു, ഇറങ്ങി ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ത് ഡിഫറൻസാണ് അവിടെ ഇവിടെ ആയിട്ട്. പക്ഷെ അവിടെ നിന്ന് നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. വർക്ക് ചെയ്യാനാണെങ്കിലും എല്ലാണെങ്കിലും ഇങ്ങനെ ഒരു ഹോളിഡേയ്സിൽ ഒന്നുമില്ല. ഇതിപ്പം നമ്മൾ ഫ്രൈഡേ ഒക്കെ ആകുമ്പോഴേക്കും ഒരു സാച്ചുറേറ്റഡ് ആവുമേ. പക്ഷേ സാറ്റർഡേ സൺഡേ ഒക്കെ കിട്ടുമ്പോൾ പിന്നെ നമ്മൾ കുറച്ച് എനർജറ്റിക് ആയിട്ട് വരും. ഞാൻ ഹൈദരാബാദിലുള്ള സമയത്ത് സാറ്റർഡേന്നും ഇല്ല, സൺഡേന്നും ഇല്ല, പബ്ലിക് ഹോളിഡേയ്സൊന്നും ഇല്ല, അങ്ങനെയായിരുന്നു. ഇറ്റ്സ് ഗുഡ്.